ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആകാശം കൂട്ടരും തെളിവുകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവരുടെ കൂടെ മീഡിയക്കാരെ കാണുന്ന രാമഭദ്രൻ ഞെട്ടി നിൽക്കുക. ഇതെന്താ മീഡിയക്കാർക്ക് ഇവിടെ കാര്യം എന്ന് അയാൾ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം നമ്മുടെ ബാലൻ പറയും, അതെന്താ സാറേ അങ്ങനൊരു വർത്താനം, എല്ലാത്തിനും ആ സാക്ഷികളെ വളരെ നല്ലതാ, അവരിവിടെ നിന്നോട്ടെ എന്ന് പറയണം കേട്ടോ. അപ്പം ആകാശം മുന്നിലേക്ക് കയറി നിൽക്കും. സാറിന് വേണ്ടതും തെളിവുകളാണല്ലോ. എൻ്റെ മീനാക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന സകല തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം തുടക്കം ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് സാറിന് ഞാനിത് കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് നമ്മുടെ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ആന്നും പറഞ്ഞ് ജിനു എന്ന് പറയുന്ന ആൾമാറാട്ടക്കാരൻ ആകാശിനെ വിളിക്കുന്ന ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡാണെന്നും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൂടെ എനിക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടെന്നും അമ്പലമുക്കിൽ നിങ്ങളുടെ വീട് എനിക്ക് അറിയാമെന്നും അവിടെ കൊണ്ടുപോയി 25,000 രൂപ ഞാൻ ഏൽപ്പിക്കാം എന്ന് പറയുന്നതായ കാര്യങ്ങളെല്ലാം രാമഭദ്രനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സാറിന് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയല്ലോ അല്ലേ? പെട്ടെന്ന് നമ്മുടെ ആരും കയറി നിൽക്കും. ചേട്ടൻ കാണിച്ചു തന്നത് തുടക്കം മാത്രമോ സാറേ, ഇനി അതിലും വലിയ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് CCTV വിഷ്വൽസിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് എടുക്കുകയാണ് കേട്ടോ. ദേ ഈ കാണുന്നതാ ദേവമംഗലം ഞങ്ങളുടെ വീട്. ഇത് കണ്ടോ, ഈ നിൽക്കുന്നവൻ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ കാശ് കൊടുക്കുന്ന വിഷ്വൽസാ ഈ കാണുന്നത് എന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ എന്നെ കാണിച്ചതുകൊണ്ട് ഇവൾ നിരപരാധിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് രാമഭദ്രൻ ചോദിക്കേ. സാറിന് പോകെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിക്കോളും. പെട്ടെന്ന് ധർമ്മൻ ഒരാളെ മുന്നിലോട്ട് നിർത്തുക. വേറെ ആരെയല്ല, നമ്മുടെ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡിന്. ഇത് ആരാന്ന് സാറിന് അറിയാവോ എന്ന് ധർമ്മൻ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. ഇതാണ് യഥാർത്ഥ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ്. അപ്പം ഞാൻ അതെന്നും പറഞ്ഞ് അദ്ദേഹം കയറി നിൽക്കുക. അപ്പം അദ്ദേഹത്തെ കാണുമ്പം മീനാക്ഷിക്കും ആശ്ചര്യം ഉണ്ടാവുക. വീണ ചേച്ചിയുടെ ഭർത്താവാണല്ലോ എന്ന് മീനുവും പറയാണ് കേട്ടോ. മീനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലാകുകയാണ്. ഇപ്പം സാറിന് കാര്യങ്ങളുടെ ഇരിപ്പ് വശം മനസ്സിലായല്ലോ. അതായത് വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും മീനാക്ഷി കടം വാങ്ങിയ കാശ് കൈക്കൂലി വാങ്ങിയ കാശാണെന്ന് പറഞ്ഞു വരുത്തിയതും എല്ലാം ഇവൻ ഒറ്റ ഒരുത്തനാ. ഇനി സത്യം പറഞ്ഞോടാ ഇതിനൊക്കെ പിന്നിൽ ആരാ എന്ന് ചോദിച്ചാൽ ബാലൻ അങ്ങോട്ട് കയറി നിൽക്കുക. നിന്നോടാ ചോദിച്ചത്, സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനാണെന്ന് പോലും ഞാൻ നോക്കില്ല. തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നീ മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജിനു പറയും, എന്നോട് ക്ഷമിക്കണം, മീനാക്ഷി മേഡത്തിനോട് എനിക്ക് വ്യക്തിപരമായി ഒരു ദേഷ്യമില്ല, പക്ഷേ സാഹചര്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ, നിന്ന് പ്രസംഗിക്കാതെ കാര്യത്തിന് പറയടാ എന്ന് ആര്യനപ്പം പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ജിനു പറയും, അത് പിന്നെ കൃഷ്ണമംഗലത്തുകാരാ, അവരെ ഇതിനൊക്കെ പിന്നിൽ അവർ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. അത് കേൾക്കുമ്പോൾ രാമഭദ്രൻ പറയും, എവിടെയോ കിടക്കുന്ന വീട്ടുകാരെ പറ്റിയൊക്കെ നീ എന്തിനാ അനാവശ്യമായിട്ട് വിളിച്ചു പറയുന്നത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. സാറ് മിണ്ടാതിരിക്കും സാറേ, അവൻ കാര്യങ്ങൾ പറയട്ടെ. അല്ല കൃഷ്ണമംഗലത്തുകാരെ പറഞ്ഞപ്പം സാറിന് തന്നെ ഇത്ര കൊള്ളുന്നേ എന്ന് ആകാശപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാ മീഡിയക്കാർ പകർത്തുന്നത് കൊണ്ട് തന്നെ രാമഭദ്രന് തൻ്റെ യഥാർത്ഥ സ്വഭാവമൊന്നും പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നുമില്ല. തൻ്റെ തൊപ്പി തെറിക്കുന്ന കേസാണ് ആൾക്കും മനസ്സിലായിട്ടുണ്ട്. താൻ പറയടോ എന്ന് ജിനുവിനോടൊപ്പം ആരും പറയണം. അത് പിന്നെ മീനാക്ഷി മേഡത്തിന് 25,000 രൂപ ആവശ്യമുണ്ടെന്നും അത് വീണ മേഡം തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓഫീസിലെ ശരത്ത് എന്ന് പറയുന്ന സ്റ്റാഫ് അറിഞ്ഞു. അയാൾ ഇതെല്ലാം കൃഷ്ണമംഗലത്തെ അച്യുതൻ സാറിനെ അറിയിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം അച്യുതൻ സാറ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാ സാറേ, അല്ലാതെ എനിക്കിതിലൊരു മനസ്സറിവും ഇല്ല. അവർ പറഞ്ഞു, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു, അത്രയേ ഉള്ളൂ. അതിനുള്ള കൂലി അവരെനിക്ക് തരികയും ചെയ്തു എന്ന് പറയാം. നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കട എന്ന് പറയണ. അത് പിന്നെ അച്യുതൻ സാറ് പറഞ്ഞതനുസരിച്ച് ആകാശാണെന്നും പറഞ്ഞ് ആ വീണ മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നതും കാശ് വാങ്ങിയതും ഞാനാ. അതിനുശേഷം വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡാണെന്നും പറഞ്ഞ് ദേവമംഗലത്ത് ഇവരുടെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കാശ് കൊടുത്തതും ഞാനാ. ഇതിനിടയ്ക്ക് വിജിലൻസ് ഓഫീസിൽ പോയി പരാതിപ്പെടുകയും ചെയ്തു. അവരെനിക്ക് ഫിനോഫ്തലിൻ തേച്ച കാശ നൽകിയത്, അതുകൊണ്ടേ കൊടുക്കാനും പറഞ്ഞു. മീനാക്ഷിയുടെ വീട്ടിൽ ഇതൊക്കെയാണ് സാറേ സംഭവിച്ചത്, അല്ലാതെ എനിക്ക് ഒരു മനസ്സർവം ഇതിനൊന്നുമില്ല. എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാ, ഞാൻ നിരപരാധിയ എന്ന് പറയാം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിരപരാധിയാണെന്നോ എന്ന് ചോദിച്ചാൽ ബാലൻ അങ്ങോട്ട് കയറി നിന്ന് ജിനുവിൻ്റെ ചെകുട് നോക്കി ഒരെണ്ണം കൊടുക്കുക. എൻ്റെ മകളെ കൈക്കൂലി കേസിൽ അറസ്റ്റിലാക്കിയതും പോരാ, എന്നിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോടാ എന്ന് പറയണം കേട്ടോ. അപ്പം രാമഭദ്രൻ പറയും, ദേ ഇത് പോലീസ് സ്റ്റേഷനാ, ഇവിടെ വന്ന് നിങ്ങളുടെ കൈയൊക്കെ കാണിക്കാനൊന്നും ഞാൻ സമ്മതിച്ച് തരില്ല എന്ന് പറയാം. സാറ് മിണ്ടാതിരി സാറേ, ഇപ്പം സാറിന് കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ, ഇതിന് പിന്നിൽ കൃഷ്ണമംഗലത്തുകാരാണെന്ന് സാറിന് മനസ്സിലായല്ലോ എന്ന് ബാലൻ ചോദിക്കുകയാണ്.
അല്ല സാറേ, എന്നെ പേടിപ്പിക്കാതെ ആദ്യം ഇവനെ എടുത്തങ്ങ് അകത്തിട്, അതിനുശേഷം അച്യുതനെ പൊക്ക്. എന്താ സാറേ, അച്യുതനെ പൊക്കാൻ സാറിന് പറ്റുമോ എന്ന് ബാലൻ ചോദിക്കാം. അപ്പം ആരും പറയും, സാറേ ഇനിയിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടത്തെ കൊണ്ടുപോകാലോ അല്ലേ എന്ന് ചോദിക്കാം. ഈ കേസിലെ യഥാർത്ഥ പ്രതി ദേ ഈ നിൽക്കുന്നവന് സാറിന് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായല്ലോ അല്ലേ എന്ന് ആകാശ് ചോദിക്കാം. ഇനി ഈ കേസിൽ മീനു ഇല്ല, അവക്ക് ഇതിൽ ഒരു മനസ്സറിവുമില്ല. വെറും നിരപരാധിയായ എൻ്റെ മീനുവിനെ നിങ്ങൾ തെറ്റുകാരിയാക്കിയത്. എൻ്റെ മീനുവിനെ ഞാൻ ഇപ്പം ദാ ഇവിടുന്ന് കൊണ്ടുപോകുക എന്ന് ആകാശ് പറയൂ കേട്ടോ. സാറ് തടയില്ല, തടയാൻ സാറിന് കഴിയത്തുമില്ല എന്ന് പറയണേ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും മീനാക്ഷി അവിടെ നിൽക്കുക. താൻ തൻ്റെ ആകാശിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള വേദനയോടെ. എന്നിട്ട് ആകാശ് മീനുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് കേട്ടോ. അപ്പം മീനാക്ഷിക്ക് ഭയങ്കര കുറ്റബോധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എടി പൊട്ടിക്കാളി, നീ എന്തിനാ കരയുന്നേ എന്ന് ആകാശ് ചോദിക്കുക. ഞാൻ ഈ ലോകത്ത് ആരെയൊക്കെ ചതിച്ചാലും നിന്നെ ഞാൻ ചതിക്കില്ല. എൻ്റെ മീനുവിനെ ചതിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഞാൻ നിന്നെ ചതിക്കോടി എന്ന് ആകാശ് മീനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മീനു കരയുവാണേ. ആകാശിനെ താൻ തെറ്റിദ്ധരിച്ചല്ലോ, തൻ്റെ ആകാശ് തന്നെ ചതിച്ചെന്ന് താൻ കരുതിയല്ലോ എന്നും കരുതി ആകാശിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കരയാണ് കേട്ടോ. അപ്പം മിത്ര പറയും, ആകാശേട്ടാ, മീനു ചേച്ചി, ഇതേ പോലീസ് സ്റ്റേഷനാ, ആ ഓർമ്മ വേണം കേട്ടോ. റൊമാൻസ് ഒക്കെ പുറത്തു വെച്ചു ആകാം കേട്ടോ, അതിനെ പറ്റിയ സ്ഥലവും സാഹചര്യവും അല്ല ഇത് എന്ന് മിത്ര പറയണേ. അപ്പം ആകാശം മീനുവിൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത് അവളെ ചേർത്ത് നിർത്തുകയാണ്. അങ്ങനെ തൻ്റെ മീനുവിനെയായിട്ട് ആകാശം കൂട്ടരും തിരിച്ച് ദേവമംഗലത്തേക്ക് മടങ്ങിയെത്തുക. വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴേ ഗോമതി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരികയാണ്. മോളെ മീനു എന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മീനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുക. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, പോലീസുകാരെൻ്റെ മോളെ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞ് കയ്യിലും മേത്തും ഒക്കെ നോക്കുക. ഇല്ലമ്മേ, അവരെന്നെ അടിച്ചൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നാലും എൻ്റെ മോളെ ആകെ വശം കെട്ടു എന്ന് പറയാം. അപ്പം ദേവി പറയും, മീനു സത്യമായിട്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. ഇല്ല എടുത്തി, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് മീനു പറയണം കേട്ടോ. അനു, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് അപ്പം മീനു അനുവിനോട് ചോദിക്കുക. ഒന്നുമില്ല എടത്തി വന്നല്ലോ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമാധാനമായത് എന്ന് പറയാം. ഗോമതി, നീ മീനുവിനെ കൂട്ടി അകത്തേക്ക് പോ എന്ന് ബാലൻ പറയൂട്ടോ. മീനുവിനെ കൂട്ടി ഞാൻ അകത്തേക്ക് പോകാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവനോട് 2 വർത്തമാനം പറയണം, എൻ്റെ ഏട്ടന്മാരോട്, എങ്കിലേ എനിക്കിന്ന് സമാധാനം കിട്ടുള്ളൂ എന്നും ഗോമതി ദേവമംഗലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പം ബാലൻ കൈകൊണ്ട് തടയും. എന്താ ബാലട്ടാ, നമ്മുടെ മീനുവിനോട് ഇത്രയും വലിയ ചതി ചെയ്ത എൻ്റെ ഏട്ടന്മാരോട് 2 വാക്ക് പറയണ്ടേ, എനിക്ക് അവരോട് സംസാരിച്ചേ പറ്റൂ. ബാലേട്ടൻ തടയരുത്, ബാലേട്ടൻ ദയവേദന തന്നെ തടയാൻ വരരുത്. എടോ, താനിപ്പോൾ ആരോടും ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. തൽക്കാലം താൻ മീനുവിനെ കൂട്ടി അകത്തേക്ക് പോ എന്ന് പറയാം. ബാലേട്ടാ, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ബാലേട്ടൻ തന്നെയാണോ ഈ പറയുന്നത് എന്ന് കോമതി ചോദിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ബാലേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചത്. തൻ്റെ പ്രതീക്ഷ എന്തോ ആയിക്കോട്ടെ, അതിനിവിടെ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്കോ ബഹളോ ഒന്നും ഇരു കുടുംബങ്ങൾക്കും ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ബാലൻ പറയാണ് കേട്ടോ. അപ്പം ആ തീരുമാനം ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ദേവി, മീനുവിനെ കൂട്ടി അകത്തേക്ക് പോ. ആകാശേ, ധർമ്മ, നിങ്ങൾ വാ. അല്ല, ബാലച്ചൻ കയറുന്നില്ലേ എന്ന് ദേവി അപ്പം ചോദിക്കും. ബാലച്ചൻ ആകാശിനെയും മാമനെയും കൂട്ടി എങ്ങോട്ടാ? കടയിലേക്ക്, അല്ലാതെ എങ്ങോട്ടാ എന്ന് ബാലൻ പറയാണ് കേട്ടോ. ആര്യ, നീയും വാ, പച്ചക്കറി ലോഡ് കൊടുത്തു വിടാനുണ്ട്, അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ ഗോമതി ആരിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താടാ, നീ പോകുന്നില്ലേ? ഞാനും മാമനും കൂടി ഒരുമിച്ച് പൊക്കോളാം എന്ന് ആരും പറയും. ചെല്ല്, വേഗം ചെന്ന് പച്ചക്കറി ലോഡ് കൊണ്ട് കൊടുക്കുക എന്ന് ഗോമതി പറയും. എൻ്റെ പെങ്കൊച്ചിനോട് ഇത്രയൊക്കെ ചെയ്തവരോടെ കമാന്നൊരക്ഷരം പറയാൻ എൻ്റെ ഭർത്താവിന് പറ്റുന്നില്ല. എൻ്റെ മക്കളെങ്കിലും അവരോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പം നിങ്ങളും ഇവിടെ വെറുതെ നിൽക്കുവാണല്ലോ എന്ന് ഗോമതി പറയാണ്. അച്ഛൻ്റെ വാല് പോലെ കടയിലേക്ക് പോകാൻ നിൽക്കുമല്ലേ മക്കൾ ഓരോരുത്തരും? ചെല്ല്, എങ്ങോട്ടാന്ന് വെച്ചാൽ ചെല്ല്, നിങ്ങളൊന്നും ചോദിക്കണ്ട. അവിടെയുള്ളവർ എന്തൊക്കെ തോന്നിവാസം ചെയ്താലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ ജീവിച്ചോ എന്ന് പറയാം. അപ്പം മിത്ര പറയും, അപ്പച്ചി ഒന്ന് അടങ്ങ്, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് ചോദിക്കുക. അപ്പം ധർമ്മ പറയും, ചേച്ചി വെറുതെ ആനപ്പാറ അച്ഛമ്മ കളിക്കാതെ പോയി ചേച്ചിയുടെ കാര്യം നോക്ക് എന്ന് പറയാം. നീ വാട ചേർക്ക എന്നും പറഞ്ഞ് ധർമ്മൻ ആരിനെയും കൂട്ടിക്കൊണ്ട് പോവാ. എടാ, അതിനർത്ഥം എന്താ? എനിക്കിവിടെ ഒരു വിലയില്ലെന്നാണോ എന്നും ചോദിച്ചുകൊണ്ട് ഗോമതി
അകത്തേക്ക് കയറി പോട്ടോ. അമ്മയൊന്ന് അടങ്ങമ്മേ എന്ന് അപ്പം ദേവി പറയൂ കേട്ടോ. എങ്ങനെ അടങ്ങണമെന്നാ? എൻ്റെ മീനുവിനോട് ഇത്രയും വലിയ നെറുകേട് ചെയ്യിച്ചവർ ഞാൻ ക്ഷമിക്കില്ല. ഈ ബാലേട്ടന് ഇതെന്താ പറ്റിയേ? അപ്പം മീനു പറയും, എൻ്റെ പൊന്നമ്മേ, അമ്മയൊന്ന് അടങ്ങ്, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പം ദേവി പറയും, അമ്മേ, മീനു നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ അമ്മേ? ഇതിൽ പരം നമുക്ക് ഇനി എന്താ വേണ്ടേ? കൃഷ്ണമംഗലത്തുകാരുമായിട്ട് ഇനി വഴക്കും ഒക്കെ ഇനി എന്തിനാ അമ്മേ? അപ്പം മിത്ര പറയും, ദേ ഏടത്തി അത് പറയരുത്. കൃത്യസമയത്ത് ആ ജിനുവിനെ കയ്യിൽ കിട്ടിയത് കൊണ്ട് മീൻ ചേച്ചി നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അല്ലെങ്കിൽ എന്താകുമായിരുന്നു മീൻ ചേച്ചിയുടെ അവസ്ഥ? അപ്പം ഗോമതി പറയും, അതെ, പാവം ആ ആകാശേട്ടനും ആര്യനും കൊച്ചനും ഒക്കെ എന്തുമാത്രം ഓടിയെന്നറിയോ? ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നതുകൊണ്ട് എനിക്കറിയാം. ആ ജിനു ഉണ്ടല്ലോ, അവനെ കൈ കിട്ടില്ലായിരുന്നെങ്കിൽ മീൻ ചേച്ചി ഇപ്പം റിമാൻഡിലായനെ എന്ന് അനുവും പറയും. മോളെ, നിങ്ങൾ സമാധാനപ്പെട്, ഭാഗ്യക്കൊണ്ട് എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ലല്ലോ എന്ന് മീനു പറയും. മീനു ചേച്ചി ദേ ഇങ്ങനെ പറയല്ലേ. അപ്പോഴത്തേക്കും ദേവി പറയും, ദേ മിണ്ടാതിരുന്നേ, വെറുതെ രണ്ടും കൂടി എരുതിയിൽ എണ്ണ ഒഴിച്ച് അണ്ണേ വെറുതെ ഇളക്കല്ലേ എന്ന് പറയും. ആഹാ, പിള്ളേർ പറയുന്നതിലും കാര്യമില്ല ദേവി. ബെസ്റ്റ് എന്ന് അപ്പം ദേവി പറയും കേട്ടോ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? എത്രയാന്ന് വെച്ചാൽ ക്ഷമിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ കൃഷ്ണമംഗലത്തുകാരിപ്പം ചെയ്തത് എന്ന് ഗോമതി അപ്പം ചോദിക്കുകയാണ്. ഹോ, എന്നാലും എൻ്റെ ബാലേട്ടന് ഇങ്ങനൊരു തണുപ്പനായി പോയല്ലോ, ഒരു സമാധാനപ്രിയൻ. നേരെ കൃഷ്ണമംഗലത്തുകാർ ചെന്ന് അച്യുതേട്ടനെയും അലോകിനെ എടുത്തിട്ട് പെരുമാറണമായിരുന്നു. അതായിരുന്നു ബാലേട്ടൻ ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം എൻ്റെ അമ്മേ, അവരെ ഉപദ്രവിച്ചതുകൊണ്ട് എന്താ കാര്യം? ബാലച്ചൻ അവരെ പോയി തല്ലിയ അവരുടെ പക കൂടുകയല്ലേ ഉള്ളൂ. അവർ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും എന്ന് ദേവി പറയും. അപ്പം മിത്ര പറയും, ഏടത്തി അതുമാത്രം പറയരുത്, നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ എത്ര സമാധാനത്തോടെ നിന്നാലും അവർ ചെയ്യാനുള്ളതൊക്കെ മുറയ്ക്ക് ചെയ്യുന്നുണ്ട്. 2 എണ്ണം കൊടുത്താൽ അത്രയെങ്കിലും സമാധാനം ആകൂലോ എന്ന് മിത്ര പറയും. എൻ്റെ മിത്രേ എന്നും പറഞ്ഞ് മീനു പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും, എൻ്റെ മീനു ചേച്ചി, എൻ്റെ ചെറിയച്ഛനും അങ്ങരുടെ ആ തലതെറിച്ച മകനും 2 എണ്ണം കിട്ടണം എന്ന് പറയാം. ഞാൻ നേരെ അങ്ങ് കൃഷ്ണമംഗലത്തേക്ക് ചെന്നാലോ എന്നും പറഞ്ഞ് കോമതി എഴുന്നേൽക്കും. അമ്മ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോ. അവരോട് 2 വർത്തമാനം എല്ലാം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല എൻ്റെ മീനു. അപ്പം ദേവി പറയും, അമ്മേ, ബാലച്ചൻ പറഞ്ഞത് അമ്മ മറന്നില്ലല്ലോ എന്ന് ചോദിക്കുക. പിന്നെ ഒരു ബാലച്ചൻ, എനിക്കങ്ങനെ പേടിയൊന്നും പറഞ്ഞ് രണ്ടാമത്തതിന് ചാടിക്കടിക്കാൻ ഇറങ്ങുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോഴേ അങ്ങരുടെ മട്ടുഭാവം കണ്ടില്ലേ, ഒരു തണുപ്പം മട്ട്. ഇപ്പോൾ വലിയ നല്ലവൻ കളിക്കുക. ഈ ഗോമതിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാ ബാലേട്ടൻ്റെ വിചാരം എന്നൊക്കെ ഗോമതി പറയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയുടെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോൾ മക്കൾക്കെല്ലാം ചിരി വരികയാണ്. നീയൊക്കെ അങ്ങ് ഇരുന്ന് ചിരിച്ചോ, എന്നാലും ഞാൻ എന്തുമാത്രം തീ തിന്നുന്നേ നിനക്കൊന്നും അറിയില്ല. എൻ്റെ വിഷമം കാണാൻ ഇവിടെ ആരോ ഉള്ളേ? എൻ്റെ ആൺപിള്ളേരെങ്കിലും പോയി അടി കൊടുത്തേനെ. അതിനും അങ്ങേര് സമ്മതിച്ചില്ല. ഒരു സമാധാനപ്രിയം വന്നിരിക്കുന്നു. ഹോ, ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് ഗോമതി പറയാം. മീനു പറയും, അമ്മേ, എന്നെ ഓർത്ത് അമ്മ എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്കറിയാം. നിനക്കറിയില്ല, എനിക്കറിയാം എന്ന് ഇപ്പം മീനു പറയും. അമ്മ മാത്രമല്ല, എൻ്റെ ഏടത്തിയും അനിയത്തിമാരും അനിയന്മാരും മാമനും എല്ലാവരും എത്രമാത്രം വേദനിച്ചു എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് മീനു പറയും കേട്ടോ. നീ എന്താ പറഞ്ഞു വരുന്നേ? പോലീസുകാരുടെ പരിഹാസ വാക്കുകളും അപമാനവും ഒക്കെ സഹിക്കുമ്പോഴും ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷിക്കപ്പെടില്ല എന്നും അതിനെൻ്റെ കുടുംബം അനുവദിക്കില്ല എന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പല്ലേ എനിക്ക് അവിടെ കിട്ടിയ ധൈര്യം എന്ന് പറയാ. എന്നെ രക്ഷിക്കാൻ എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം നിന്നില്ലേ അമ്മേ? എനിക്കത് മതി. ഇതിൽ പരം എന്ത് സന്തോഷമാണ് എനിക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, ദേവി, മീനു പറയുന്നത് കേട്ടില്ലേ? ഇവൾ ഇത്രയ്ക്ക് പാവമായി പോയല്ലോടി. എല്ലാവരുടെ നന്മ മാത്രമേ ഇവൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ദേവി പറയും, അമ്മേ, ഈ പകയും പ്രതികാരവും ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതോടുകൂടി എല്ലാം അവസാനിക്കുവാണെങ്കിൽ അവസാനിക്കട്ടെ, നമ്മളായിട്ട് ഒന്നിനും പിറകെ പോകണ്ട എന്ന് ദേവി പറയാം. അപ്പോൾ ഗോമതി പറയും, എൻ്റെ ദേവിമല അമ്മേ, ഒരു കുഴപ്പം ഉണ്ടാവല്ലേ. ബാലേട്ടനും എൻ്റെ മക്കളും എന്തായാലും അച്യുതേട്ടനെ അലോകിനെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഏതെങ്കിലും വഴിക്ക് 2 എണ്ണം കിട്ടണേ ദേവി. അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണേ ദേവി. നീയേ തുണ. എനിക്കിനി നീ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. എൻ്റെ ആഗ്രഹം ദേവിമല അമ്മ നടത്തി തന്ന അമ്മയ്ക്ക് മുന്നിൽ 101 ശയനപ്രദക്ഷിണം ഞാൻ ബാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാവേ എന്ന് ഗോമതി പ്രാർത്ഥിക്കാണ് കേട്ടോ. ഇതേ സമയം അച്യുതൻ പറയാം, ഹോ ശേ, എന്നാലും ആ ജിനു എന്തു പണിയാ കാണിച്ചേ. കറക്റ്റായിട്ട് അവൻ എങ്ങനെ അവരുടെ മുന്നിൽ പോയി ചാടിക്കൊടുത്തു എന്ന് പറയാം. എൻ്റെ പൊന്ന് സാറേ, ഇനി ഉറപ്പായിട്ടും അവരെന്നെ പൊക്കും എന്ന് ശരത്തപ്പം നമ്മുടെ അച്യുതനോട് പറയാം. അവരെല്ലാം മില്ലിൽ നിന്നാട്ടോ സംസാരിക്കുന്നേ. തനിക്കൊന്നും സംഭവിക്കില്ല, താൻ സമാധാനപ്പെട്.
കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇതോടുകൂടി ആ മീനാക്ഷിയുടെ പണി പോയി കിട്ടുമായിരുന്നു. ദേവമംഗലക്കാര് അടിയറവ് പറഞ്ഞേനെ എന്ന് അലോക് പറയും. ഓ, എന്നാ പിന്നെ നിനക്കങ്ങ് പ്ലാൻ ചെയ്യത്തില്ലായിരുന്നോ എന്ന് അച്യുതൻ അലോകിനോട് ചോദിക്കും. എൻ്റെ പ്ലാൻ ആയിരുന്നെങ്കിൽ ജയിലിടിഞ്ഞാലും മീനാക്ഷി പുറത്തിറങ്ങില്ലായിരുന്നു. ദേ, മിണ്ടിപ്പോകരുത് നീ. വെറുതെ എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട നിന്റെ പ്ലാനിൻ്റെ ഗുണങ്ങളൊക്കെ. അതെ, നിങ്ങളിങ്ങനെ പരസ്പരം പഴിച്ചാരിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും സത്യങ്ങളെല്ലാം ദേവമംഗലത്തുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിനി വെറുതെ ഇരിക്കുമെന്നും തോന്നുന്നില്ല എന്ന് ശരത്ത് പറയും. എടാ ശരത്തെ, ദേവമംഗലത്തെ ബാലനും അവൻ്റെ മക്കളും ഞങ്ങളെന്താ മൂക്കി കയറ്റുമോ? എടോ, താനൊന്ന് അടങ്ങടോ. ബാലൻ ഞങ്ങളെ ഒന്നും ചെയ്യില്ല, ഒരു ചുക്കും ചെയ്യില്ലടോ. സാറോ അപ്പം എൻ്റെ കാര്യമോ എന്ന് ശരത്ത് ചോദിക്കും. താനീ കൃഷ്ണമംഗലത്തെ അച്യുതൻ്റെ സംരക്ഷണത്തിലാണ്, നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. തൻ്റെ ദേഹത്ത് ഒരു ഊഴി നുള്ളിയിടാൻ ബാലന് ധൈര്യം ഉണ്ടാകില്ലടോ. ഇത് എൻ്റെ ബാക്കാ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ശരത്ത് തെറിച്ചങ്ങ് വീഴുകയാണെ. നമ്മുടെ ബാലൻ അവിടെ പ്രത്യക്ഷപ്പെടുക. ബാലനെ മില്ലിൽ കാണുന്ന അലോകും അച്യുതനും ഞെട്ടിത്തരിച്ച് നിൽക്കുക. ബാലൻ മാത്രമല്ല, കൂടെ ആ ബാലൻ്റെ കരുത്തുട്ട ആൺമക്കളും ഉണ്ട്. ആര്യനും ആകാശും ഉണ്ട് കേട്ടോ. അപ്പം അവരെ കാണുമ്പം ഇത്ര പെട്ടെന്ന് ഇവർ വരുമെന്ന് അച്യുതൻ വിചാരിച്ചില്ല. എടാ, ഇവൻ്റെ ദേഹത്ത് പൂഴി നുള്ളിയിടാൻ നീ സമ്മതിക്കില്ല അല്ലേടാ എന്ന് ബാലൻ ചോദിക്കുക. ഇവന് പണി കൊടുക്കാനേ നിന്റെ സമ്മതം എനിക്കെന്തിനാടാ എന്ന് ബാലൻ ചോദിക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പം അച്യുതന് മറുപടി ഇല്ലാതെ ഇതേസമയം നമ്മുടെ ബാലൻ മുണ്ടക്കം മടക്കി കുത്തിയിട്ട് നമ്മുടെ അച്യുതൻ്റെ നടുവ് നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. ഈ അച്യുതനെ തല്ലാൻ മാത്രം വളർന്നോടാ ബാലാ നീയും നിന്റെ മക്കളും ഇന്ന് ജീവനോടെ ഇവിടുന്ന് പോകില്ലടാ എന്ന് പറയാം. എടാ മക്കളെ, നമ്മുടെ മീനും അനുഭവിച്ച അപമാനത്തിന് 100 ഇരട്ടി വേദന ഇവനും ഇവൻ്റെ മോനും അനുഭവിക്കണം. പിന്നെ ദാ ഈ ഇത്തിൽക്കണ്ണിയും അറിയണം എന്ന് ശരത്തിനെ ചൂണ്ടിക്കൊണ്ട് പറയാം. എടുത്തിട്ട് പെരുമാറടാ, എന്നാ ഇങ്ങോട്ട് വാടാ. ഈ അച്യുതൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോയിരിക്കുവാണ്ടല്ലോ നിന്റെയൊക്കെ അടി വാങ്ങാൻ എന്ന് ചോദിച്ചുകൊണ്ട് അച്യുതനും ബാലനും നേരെ വരികയാണ്. പക്ഷെ ബാലന്റെ അടിക്ക് മുന്നിൽ അച്യുതന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അലോകാണെങ്കിൽ ആരിൻ്റെ ആകാശിൻ്റെ കയ്യിൽ എടുപ്പത് വാങ്ങി കൂട്ടുന്നുണ്ട്. അലോകിന് പിന്നെ അത് ശീലമായതുകൊണ്ട് തന്നെ അവരുടെ അടിയിലെ സ്റ്റൈലൊക്കെ നല്ല വശമുള്ള രീതിയിലാണ് കേട്ടോ അടി വാങ്ങിക്കൂട്ടുന്നത്. നമ്മുടെ ധർമ്മനും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശരത്തിനിട്ടും എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മില്ലിൽ അടിയുടെ പൂരവ. ഇതെല്ലാം കണ്ട് ശരത്ത് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുക. അങ്ങനെ അച്യുതനെ അലോകിനെയും ഇടിച്ചൊരു പരുവാക്കുവാണ് ബാലനും മക്കളും കൂടി. മില്ലിലെ മറ്റുള്ള ആൾക്കാർ കൂടി ബാലനെ മക്കളെ എതിർക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ അടിക്ക് മുന്നിൽ മില്ലിലുള്ളവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. പണി പാളിയെന്ന് അച്യുതനും ബോധ്യപ്പെടുകയാണ് കേട്ടോ. അടിയെല്ലാം കെട്ടി തളർന്നു കിടക്കുന്ന അച്യുതൻ്റെ അടുത്തേക്ക് ഒരു ചുറ്റുക എടുത്തുകൊണ്ട് തലക്കടിക്കാൻ ബാലൻ ചെല്ലുക. പെട്ടെന്ന് ധർമ്മം പിന്നിൽ നിന്ന് വിളിക്കുക. അളിയ, വേണ്ട അളിയ, അളിയൻ എന്താ ഈ ചെയ്യുന്നേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ബാലൻ ബോധം വന്നതുപോലെ ആ ചുറ്റുക താഴെ ഇടുക. അപ്പോൾ അച്യുതനെ വലിച്ചെടുക്കുകയാണ് ബാലൻ. നിനക്കൊക്കെ മതിയായില്ലടാ, ഓരോ തവണ നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുമ്പോഴും ക്ഷമിച്ച് ഞാൻ വിട്ടു. ഇത് ഞാൻ ക്ഷമിക്കില്ലടാ. എൻ്റെ മോളെ നീ കോടതി കയറ്റാൻ നോക്കിയവനാ നീ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ നടുവ് നോക്കി വീണ്ടും വീണ്ടും ബാലൻ അടി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നീ ദേവമംഗലത്തുകാർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പം ഇത് ഓർക്കണം. ഈ കിടന്ന് വല്ല ഡയലോഗ് അടിക്കാൻ നോക്കിയാ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. നിനക്ക് അറിയില്ലടാ ഈ ബാലനെ. ക്ഷമാശീലനായ ബാലനെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തെ ഓരോ തവണ നീയൊക്കെ ദ്രോഹിക്കുമ്പോഴും ഞാൻ ക്ഷമിച്ചു വിടുന്നതാ ഈ ബാലന് പറ്റിയ തെറ്റ്. ഇനി ഒരിക്കൽ കൂടി നീയൊക്കെ ഇത് ആവർത്തിച്ച ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ വരവ് എന്ന് പറയാണ് കേട്ടോ. അപ്പം ആകാശും ആര്യനും കൂടി അലോകിൻ്റെ അടുത്തേക്ക് ചെല്ല. അച്ഛാ, ഇവനെ എന്താ ചെയ്യേണ്ടത് എന്ന് ബാലനോട് ചോദിക്കുക. തല്ലി ഇവൻ്റെ കൈയും കാലും ഒടിക്കണം എന്ന് ആകാശ് പറയാം. വേണ്ടടാ, വിട്ടേക്ക്, ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ബാലൻ പറയാം. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല അച്ഛാ. ഇവൻ മീനുവിനോട് മാപ്പ് പറയണം. എൻ്റെ മീനുവിനെ വേദനിപ്പിച്ച് ഇവൻ മിനിമം മാപ്പെങ്കിലും പറയണം എന്ന് ആകാശ് പറയാം. എന്താടാ, മാപ്പ് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബാലൻ ചോദിക്കുക. ഞാൻ ആരോടും മാപ്പ് പറയില്ല. അപ്പം വീണ്ടും ആകാശ് അലോകിനിട്ട് അടിക്കുക. മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോണം, ഇല്ലെങ്കിൽ അടിച്ചു തന്നെ ഞാനിപ്പോൾ കൊല്ലും എന്ന് ആകാശ് പറയൂട്ടോ. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുച്ഛത്തോടെ ധർമ്മന് നോക്കി നിൽക്കാം. എടാ അലോകെ, മര്യാദയ്ക്ക് മീനാക്ഷിയുടെ മാപ്പ് പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവനേലും നിനക്ക് തിരിച്ചു കിട്ടും എന്ന് പറയാം. എന്നിട്ട് ഫോൺ വിളിക്കൂട്ടോ. മീനാക്ഷി, ആര്യൻ, മര്യാദയ്ക്ക് എൻ്റെ അടുത്തോട് നീ മാപ്പ് പറഞ്ഞോണം എന്ന് പറയാം. എന്നിട്ട് ആകാശിൻ്റെ കയ്യിലേക്ക് ആ ഫോണങ്ങ് കൊടുക്കുക. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. ആ മീനു, നീ ബിസിയാണോ എന്ന് ആകാശ് ചോദിക്കുക. എന്താ ആകാശേ? അതെ, ഇവിടെ ഒരാൾക്ക് നിന്നോട് മാപ്പ് പറയണമെന്ന്. മാപ്പോ? എന്നോട് ആര് മാപ്പ് പറയാനാ? ആർക്കാ? നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നമ്മുടെ അലോക് മോനെ നിന്നോട് മാപ്പ് പറയണമെന്ന്. നീ അവൻ്റെ മാപ്പൊന്ന് കേക്ക്. ഞാൻ അവന് ഫോൺ കൊടുക്കാം. പാവം, അവൻ്റെ ഒരു
ആഗ്രഹമല്ലേ എന്ന് ആകാശ് പറയണം കേട്ടോ. പറയടാ മാപ്പ് എന്ന് പറയാം. അപ്പോൾ അലോകാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ ഇഷ്ടമില്ലാതെ പറയും. മര്യാദയ്ക്ക് പറയാനാണ് നിന്നോട് പറഞ്ഞതാ, അല്ലെ നിനക്ക് ഇപ്പം കിട്ടും എന്ന് ആര്യനും പറയും കേട്ടോ. അച്ഛ ഇവൻ്റെ തല പിടിച്ചങ്ങ് തിരിച്ചാലോ എന്ന് ആര്യൻ ചോദിക്കുക. അപ്പോൾ ബാലൻ പറയും ഒന്ന് അടങ്ങടാ. അവൻ മീനുവിനോട് മാപ്പ് പറയും. എന്നിട്ട് ബാലൻ മുടി പിടിച്ച് വലിക്കും കേട്ടോ. പറയടാ മീനുവിനോട് മാപ്പ് എന്ന് പറയും. മാപ്പ് എന്ന് അലോക് അപ്പം പറയും കേട്ടോ. അലോകിൻ്റെ വായിൽ നിന്ന് മാപ്പ് എന്നുള്ള 2 അക്ഷരം കേൾക്കുന്ന മീനുവിനും വളരെ സന്തോഷമാവുക. മീനു ഇങ്ങനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.